ഇത് ഇന്നത്തെ പത്രമല്ലല്ലോ. 2024 മാർച്ച് 15. ചേട്ടാ പുതിയ താമസക്കാരാണല്ലേ? ഞാൻ അപ്പുറത്തെ വീട്ടിലുള്ള. അതെയോ? ചേട്ടാ ഇന്നത്തെ പത്രം മാറി വല്ലോ കിട്ടിയത്? അല്ല, ഇന്നത്തെ പത്രം തന്നെ കിട്ടിയത്. ആണല്ലേ? മനഃപൂർവ്വം അയച്ച ന്യൂസ്. മാർച്ച് 17, 2024. ഞാൻ എൻ്റെ സ്വന്തം സ്ഥലത്തുനിന്ന് ഇവിടോട്ട് മാറി വന്ന് താമസിച്ച തന്നെ എൻ്റെ പെങ്ങളുടെ കാര്യം അതൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവൾ മിസ്സിങ് ആയതും അവളുടെ ഡെഡ് ബോഡി കണ്ടതും എല്ലാം ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഈ പഴയ പത്രം ആരും ഇവിടെ കൊണ്ടുവന്ന് ഇടുക. നാളെ ആ പത്രം വരും. പത്രം വരേണ്ട സമയം കഴിഞ്ഞു. ഇനി അയാള് കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. ചേട്ടാ ചുമ്മാ ആരെങ്കിലും തമാശ കാണിക്കാൻ ചെയ്യുന്നതായിരിക്കും. ചേട്ടാ ഇത് നിങ്ങളെ പറ്റിക്കാനൊന്നുമല്ല. നിങ്ങൾ എന്തോ വിട്ടുപോയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ള പരിപാടി. അന്ന് ആ കേസ് ആത്മഹത്യ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ്. ശരിക്കും അത് ആത്മഹത്യയല്ല, അതൊരു കൊലപാതകമാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഈ പത്രത്തിനകത്ത്. അതുപോലെ പോലീസ് വിട്ട പല കാര്യങ്ങളും ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ഇരുത്തി ഒന്ന് അന്വേഷിച്ച് നോക്ക്. എൻ്റെ പൊന്നു സാറ് ഒരാഴ്ച കൊണ്ട് ഞാൻ പത്രം ഇടുന്നില്ല. ചെറിയൊരു പനി ഉണ്ടായിരുന്നു. അല്ല, ചേട്ടന് വേറെ പത്രക്കാരെ വല്ലതും അറിയോ? അപ്പം അതിൻ്റെ കുറേ എഡിഷനായിട്ട് ഒരു പ്രത്യേക ന്യൂസിൻ്റെ റിപ്പോർട്ടിനെ കുറിച്ച് അതാരാ റിപ്പോർട്ട് ചെയ്തതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നിങ്ങളുടെ തൊട്ടപ്പുറത്തല്ലേ ആളുള്ളേ? പിന്നെന്തോ എന്നോട് ചോദിക്കുന്നേ? തൊട്ടപ്പുറത്തോ? ആര്? അല്ലേട്ട് ഇന്നും പത്രം വന്നോ? വന്നു. അത് നോക്കും. പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ആളാ നിങ്ങളുടെ തൊട്ട് ഓപ്പോസിറ്റ് താമസിക്കുന്നത്. നിങ്ങളിത് ഇപ്പോഴാണെന്ന് അറിയുന്നത്. നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലേ അയാള്? താൻ എന്നോട് കള്ളം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ താൻ ആലോചിക്കണമായിരുന്നു ഞാൻ റിട്ടയർഡ് ആയിട്ടുള്ളൊരു പട്ടാളക്കാരനായിരുന്നു. നിനക്കെല്ലാം അറിയാം. നിനക്ക് പേടിയാ. നീ ആര് ഭയപ്പെടുന്നു? ചേട്ടാ ഞാനും അവളും തമ്മിൽ 3 വർഷത്തെ റിലേഷനായിരുന്നു. എന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിലും ചേട്ടൻ കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു അവൾക്ക് ഞാൻ. അന്ന് ഞങ്ങളുടെ കോളേജിലെ ആർട്സ് ഡേ ആയിരുന്നു. പിറ്റേ ദിവസം അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഒരു മൊബൈൽ ഫോൺ. അതിനകത്ത് ഞാൻ സെറ്റ് ചെയ്ത റിംഗ് ടൂൺ മാത്രമേ കേൾക്കത്തുള്ളൂ. പരിപാടിക്കിടെ ഈ മാർക്കിടുന്നതിൻ്റെ ഇഷ്യൂസായിട്ട് എന്തൊക്കെയോ നടന്നായിരുന്നു. പ്രോഗ്രാം കൺവീനർ ആയതുകൊണ്ട് അവൾക്ക് അതിനകത്ത് ഇടപെടേണ്ടി വന്നു. പ്രോഗ്രാം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് അവളെ കാണാതായത്. 2 ദിവസത്തിന് ശേഷം കല്ലട പുഴയുടെ തീരത്ത് അവളുടെ ബോഡി കണ്ടു. പോലീസുകാരും നാട്ടുകാരും ആത്മഹത്യ എന്ന് പറഞ്ഞാലും എൻ്റെ അനുപമ ഒരിക്കലും ആത്മഹത്യ ചെയ്തില്ല. ഞാൻ ജേർണലിസം പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഈ കേസ് അന്വേഷിക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഞാൻ കണ്ടുപിടിച്ച് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് വേറൊരുത്തൻ്റെ ഇരിക്കുന്നു. ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത ഞങ്ങളുടെ കോളേജിലെ സീനിയർ വിവേക്, അവനാണ് അനുപമയുടെ കൊലയാളി. ഇത്ര സെന്റ് സ്ഥലം വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഈ ഏരിയയിലെ ഫുള്ള് സ്ഥലവും നമ്മുടെ. അതുകൊണ്ടാണ് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വിവേകിനെ ഞാൻ പരിചയപ്പെടാമെന്ന് വിചാരിച്ചു. പപ്പയായിട്ട് തുടങ്ങിയതാ. പുള്ളിക്കിപ്പോൾ വയ്യ. അപ്പം കാര്യങ്ങളൊക്കെ നോക്കുന്നത് നമ്മളാ. പിന്നെ നമ്മുടെ കുറച്ച് ഗുണ്ടായുസം ഉണ്ട്. അപ്പം ഇങ്ങോട്ട് ആരും ഉണ്ടായിക്കൊണ്ട് വരുത്തുമില്ല. അത് മനസ്സിലായി. എനിക്ക് സമ്മതമാണ്. പക്ഷേ ആദ്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ്. അത് കൊള്ളാം. ഒരുപാട് ഡീലുകൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടേ ഇങ്ങനെ വരണം. ഒരു കാര്യം ചെയ്യും, വൈകിട്ടൊരു പാർട്ടി ഉണ്ട്. ഇങ്ങ് പോര്, അത് സെറ്റാക്കണം. ബക്കറ്റിന്റെ മോനാണ്, ഒന്നും നോക്കണ്ട, അവനെല്ലാം ശരിയാക്കി തരും. എന്താ ലേറ്റ് ആയത്? അവിടെ കേറി അങ്ങോട്ട് അടിച്ചോണ്ട് പൊളിക്ക്. ഡീലിന്ന് മുറിക്കില്ലയോ? എന്നാ അവിടെ ഇരി, ഓടാക്കാൻ. അപ്പോഴേ
ഇവിടെ വെച്ച് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഡീൽ ചെയ്യാം. ഡോക്യുമെന്റ്സ് എല്ലാം ഇതിനകത്തുണ്ട്. ഇവിടെ വെച്ച് തന്നെ ഒപ്പം കിടാം. എന്താ അതെ, ഒരു മിനിറ്റ്, ഞാൻ തീർത്തോട്ടെ. മൊബൈലത് ഇത്ര ചെയ്തു. ഒരു ഗെയിമാണ്, ഭയങ്കര ത്രില്ല് നിൽക്കുക. ഗെയിം നമുക്കറിയാതെ ഏത് ഗെയിം? കളിച്ചു നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അയച്ചു തരാം. നിങ്ങളത് തീർക്കുന്നതിന് മുമ്പ് ഞാൻ അത് തീർക്കും. ഇങ്ങോട്ടയക്കി. നമ്മളോടോ? കോളേജിലെ ടോപ്പ് ഗെയിമറാ നമ്മളോടോ? ഞാൻ അയക്കടാ മോനെ. ഞാൻ കുറച്ച് ബിസി തരാം. ചേട്ടാ, അവരൊക്കെ വലിയ ആൾക്കാരെ എനിക്ക് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പത്രത്തിന് അത് ഹിൻ്റായിട്ടൊക്കെ ഇട്ട് തന്നത്. നിയമത്തിന് മുമ്പിൽ വരാതല്ലേ അവന്മാർ ഈ പണി കാണിച്ചു. തിരിച്ച് നമ്മൾ പണി കൊടുക്കുമ്പോഴും നിയമത്തിന് മുമ്പിൽ വരാത്ത രീതിയിലുള്ള പണി. ചേട്ടാ, എൻ്റെ ഒരു പ്ലാനുണ്ട്. അവനൊരു ഗെയിം എഡിറ്റ്, അതും ഈഗോ തലയ്ക്ക് പിടിച്ചവൻ. നമുക്ക് അവനെ ഒരു ഗെയിമിലൂടെ കൊന്നാലോ? താൻ എന്തിനു മണ്ടത്തരമായി പറയുന്നത്? ഇത്ര സ്റ്റബോണായിട്ടുള്ള ഒരാളെ എങ്ങനെ ഗെയിമിലൂടെ കൊല്ലാൻ പറ്റും? ചേട്ടാ, എത്ര പേരാണെന്നറിയോ കഴിഞ്ഞ വർഷം മരിച്ചേ? അതും ഡാർക്ക് വെബിലൂടെ ഗെയിം കളിച്ച്. ഇവനെ ഒരു പ്രത്യേക എക്സെൻട്രിക് അവസ്ഥയിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് കാര്യങ്ങൾ നീക്കാൻ പറ്റും. നീ നൈസായിട്ട് അവന് കൊടുത്തു. അഡേഷൻ മിസ് ചെയ്തത്. മൈ ഗോഡ്. അവൻ്റെ ഈ പാർട്ടിയും ഡ്രഗ്സ് അടി ഇല്ലയോ, നമ്മുടെ പ്ലാൻ എളുപ്പമാക്കും. എങ്ങനെയെങ്കിലും ആ പാർട്ടിക്കകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ചേട്ടാ, നമുക്കേ കുറച്ച് വസ്തു വേണം. മറ്റേ ആ പാടത്തിന്റെ സൈഡിലുള്ളതാണെങ്കിൽ നല്ലതായിരുന്നു. അത് കുഴപ്പമില്ല, അത് നമുക്ക് ശരിയാക്കി തരാം. പക്ഷെ കമ്മീഷൻ ഇത്തിരി കൂടും. എന്തായാലും കാര്യം നടന്നതാണ്. ആദ്യം എനിക്ക് നിങ്ങളെടുത്ത് ഫ്രണ്ട്ഷിപ്പ്. ഒരു കാര്യം ചെയ്യ്, വൈകിട്ടൊരു പാർട്ടി ഉണ്ട്. അങ്ങ് പോര്, നമുക്ക് സെറ്റാക്കാം. എന്താ ലേറ്റ് ആയത്? ഇച്ചിരി ട്രാഫിക് ആക്കി. അവിടെ കയറി അങ്ങോട്ട് അടിച്ചോട്ട് പൊളിക്ക്. ഞാൻ ഇവിടെ എവിടെയും മൂലം ഇരുന്നോളാം. ഈ ഡാർക്ക് വെബിലൊക്കെ പൊളപ്പനായിട്ട് കളിക്കുന്ന ഒരു സാധനമുണ്ട്, അത് നമുക്ക് ഇറക്കി കളിക്കാം. വിവേകിന്റെ മരണമായിട്ട് തനിക്കൊരു ബന്ധവുമില്ല. ഞാൻ ആ പാർട്ടി പങ്കെടുത്തതല്ലേ സാറേ. ഒരു വസ്തുവിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അവന്റെ മരണമായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. താനൊരു പട്ടാളക്കാരനാണെങ്കിൽ ഞാനൊരു പോലീസുകാരനാണ്. താൻ അവനെ നോട്ട് വിട്ട് നടക്കുന്നുള്ള കാര്യമൊക്കെ എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, താൻ മിസ് ചെയ്ത ഒരാളുണ്ട് ഈ കേസിലെ മുഖ്യ പ്രതി.